ക്യാരക്ടർ റിഞ്ചാണ്, എനിക്ക് റിഞ്ച് അടിച്ചൊന്നുമില്ല. എനിക്ക് ഭയങ്കര വർക്കൗട്ടായി. ഷൂട്ട് ചെയ്യുമ്പോഴേ വർക്ക് ചെയ്തതാണ്. പ്രേക്ഷകർക്കും ഇപ്പോൾ കണ്ടപ്പോൾ കുറേ ചിരികൾ കേട്ടു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ആക്ടിങ് സ്റ്റൈലാണ് ജിസ്മയുടെ. കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ ഒരു സംഭവം. ഈ ഒരു ദിവസത്തിന് വേണ്ടി എത്ര നാളുകൊണ്ട് വെയിറ്റ് ചെയ്തറിയോ? പ്രേക്ഷകരോട് പറയുന്നത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം, ഭയങ്കര ജെന്യുവനായിട്ട് നിങ്ങൾ കോൺഫിഡൻസോട് പറയുന്നതല്ല. ക്യാരക്ടർ റിഞ്ചാണ്, എനിക്ക് റിഞ്ച് അടിച്ചൊന്നുമില്ല. ഞാനിങ്ങനെ എനിക്ക് ഫണ്ണായിട്ട് തോന്നി, എല്ലാവർക്കും ഫണ്ണായിട്ട് തോന്നുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പടം കാണും എന്തായാലും. ഇപ്പോൾ എല്ലാവരും തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. നിങ്ങളൊക്കെ കണ്ട എന്നിട്ട് എൻ്റെ അടുത്ത് വയ്ക്കണത് എൻ്റെ അഭിപ്രായം. എനിക്ക് ഭയങ്കര വർക്കൗട്ടായി. ഷൂട്ട് ചെയ്യുമ്പോഴേ വർക്ക് ചെയ്തതാണ്. പ്രേക്ഷകർക്കും ഇപ്പോൾ കണ്ടപ്പോൾ കുറേ ചിരികൾ കേട്ടു. എനിക്കറിയില്ല, ഞാനിപ്പോൾ ഒരു ഷോ കണ്ടിറങ്ങിയില്ലേ. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. കണ്ടുനോക്കിയാൽ വേറെ ആരുടെയും കൂടി ഒന്ന് കണ്ടുനോക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു ഭാര്യയുടെ അഭിനയം? ഇപ്പം നിങ്ങളുടെ വെബ് സീരീസിൽ താർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പം നേരെ ബിഗ് സ്ക്രീനിലേക്ക് വന്നപ്പോഴേക്കും എങ്ങനെയുണ്ട് ഒരു വെബ് സീരീസ് ഡയറക്ടർ എന്ന അർത്ഥത്തിലും കൂടെ നോക്കി കാണുമ്പോൾ? എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ആക്ടിങ് സ്റ്റൈലാണ് ജിസ്മയുടെ. ഞങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഭയങ്കര രസമായിട്ടുള്ള പെർഫോമൻസ് തന്നെ ഈ പടത്തിലും ഉള്ളത്. ട്രെയിലറിലും ഇൻ്റർവ്യൂസിലൊക്കെ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പടം ഫുള്ളി വന്ന് എൻഡ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം കണക്റ്റഡ് ആവും. ട്രെയിലറിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എൻ്റർടൈനറാണ്. ഫാമിലി അടക്കം എല്ലാവരും കാണും. ഓക്കെ, താങ്ക് യു. ആദ്യ പടം ഇപ്പം ഫ്രണ്ട്സ് അങ്ങനത്തെ ഒരു ഭാവന, അങ്ങനത്തെ ഒരു ക്രൂവിൻ്റെ കൂടെ ആയിരുന്നല്ലോ. അത് നേരത്തെ ആഗ്രഹിച്ചിരുന്നു നല്ലൊരു ടീമായിട്ട് വേണം തന്നെ ഒരു എൻട്രി വേണമെന്ന്. സന്തോഷം എന്തോ പിന്നെ ഉറപ്പായിട്ടും കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ ഒരു സംഭവം. ഈ ഒരു ദിവസത്തിന് വേണ്ടി എത്ര നാളുകൊണ്ട് വെയിറ്റ് ചെയ്തറിയോ? സന്തോഷം.